കൗമാരക്കാരായ മക്കളുള്ള പാരൻസ് എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റാണ്. അവരുടെ മക്കൾ അവർ പറയുന്നത് കേൾക്കുന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്, വാശിയാണ്, അമിതമായ മൊബൈൽ ഉപയോഗമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ആ ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒക്കെ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. ആ സമയത്ത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കണം, തീരുമാനങ്ങൾ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആസ് എ പാരൻറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവരൊരു വ്യക്തിയാണെന്നും അവരെ ഏത് സമയം ക്രിട്ടിസൈസ് ചെയ്യാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും നമ്മൾ എന്താ പറയുക ഒരു അവസരം കൊടുക്കണം. അപ്പോൾ പലപ്പോഴും അവരുടെ ഡ്രസ്സിങ് ആയാലും അവരുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ആയാലൊക്കെ നമുക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അവർ ചിലപ്പോൾ ബാഗി ജീൻസും എന്താ പറയുക അവരുടെ ഹെയർ സ്റ്റൈലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും പാരൻസും ഈ കുട്ടികളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന പ്രധാന കാര്യങ്ങളാണ്. അപ്പം നമ്മളെപ്പോഴാണ് ഒരു കുട്ടിക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കേണ്ടതെന്ന് ഉള്ള ചില സൂചനകൾ നമുക്ക് കിട്ടും. അതായത് പഠനത്തിൽ ഒരുപാട് പിന്നോട്ട് പോവുക, എന്താ പറയുക അമിതമായ ദേഷ്യം, വാശി, പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക ഈ വികാര പ്രകടനങ്ങളൊക്കെ ആണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആസ് എ പാരൻറ്റ് നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പോഴും ഒരു പാരൻ്റ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ ജഡ്ജ്മെൻ്റലാവും. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കാര്യം. നീ ചെയ്യുന്നത് ശരിയല്ല, നിൻ്റെ തീരുമാനങ്ങൾ ശരിയല്ല, നിനക്ക് എന്താ അറിയാം, ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പാരൻസ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോഴത് അവർക്ക് ഒരുപാട് എന്താ പറയുക ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത്, ഒരു അഡോളസെൻ്റ് കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് നമുക്ക് ഒരു കൗൺസിലർ ആവുമ്പോൾ കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്ത് കാര്യങ്ങളാണോ മാറ്റേണ്ടതെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുത്താനായിട്ട് ഒരു കൗൺസിലർക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് കുട്ടികൾ ഇതുപോലെയുള്ള അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം, വാശി, ബഹളങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ആസ് എ പാരൻറ്റ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും.